അസ്സലാമു അലൈക്കും. അപ്പോൾ ഉച്ചയൂണിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം, നമുക്ക് കിച്ചണിലേക്ക് കയറാം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വിഭവമാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് കാണിക്കാനും കൂടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ എൻ്റെ റെസിപ്പി കല്ലുമ്മക്കായ കൊണ്ടാണ്. അപ്പം നമുക്ക് കുറച്ച് കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ട്. 2 കവറിലായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ വെച്ചിരുന്നത്, നമ്മൾ വാങ്ങിച്ചെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 2-2.5 കിലോ കല്ലുമ്മക്കായോളം ഉണ്ട്. അപ്പോൾ ഇത് ആദ്യം ഒരു കവർ അഴിച്ച് നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയും ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യുന്നത് പലർക്കും അറിയത്തില്ല. അപ്പോൾ അതൊന്ന് കാണിക്കാനാണ് ഈ വീഡിയോ മെയിനായിട്ട് ചെയ്തത്. തെക്കൻ കേരളത്തിലൊക്കെ ഇത് വളരെ കുറച്ച് മാത്രമേ കിട്ടാറുള്ളൂ. ഈ വടക്കോട്ടൊക്കെ എല്ലാവർക്കും ഇത് യഥേഷ്ടം കിട്ടുകയും അതവർ ഇതിൻ്റെ പല റെസിപ്പികളും ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ കല്ലുമ്മക്കായ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തെ ആ അഴുക്കൊക്കെ നമുക്കൊരു കത്തിയോ ഒക്കെ വെച്ച് നന്നായിട്ട് അത് ചുരണ്ടി കളയാം. അതിന് ശേഷം വേണം നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കാൻ. 2-3 വെള്ളത്തിൽ 5-6 വെള്ളത്തിലോ ഒക്കെ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അങ്ങനെ 2ാമത്തെ കവറിലുള്ളതും നമ്മൾ വീണ്ടും ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അതും ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ്. അതിൻ്റെ പുറത്തെ 2ാമത്തെ കവറിലിരുന്നതിനകത്ത് ശരിക്കും അതിൻ്റെ തോടിലൊക്കെ നല്ല അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുപോലെ എല്ലാം ചുരണ്ടി വൃത്തിയാക്കി കളഞ്ഞതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള പായലും അഴുക്കുമൊക്കെ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മളിത് വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നത്. വൃത്തിയായിട്ട് കഴുകിയെടുത്തത് ഒരു ചരുവത്തിലോട്ടാക്കിയ ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ഇത് അടുപ്പിലോട്ട് വയ്ക്കുകയാണ്. ഇത് 2 തവണയായിട്ടാണ് ഞാനിത് തിളപ്പിച്ചെടുക്കുന്നത്. കാരണം ആദ്യത്തെ അത് എല്ലാം കൂടെ ഒരു ചരുവത്തിൽ കൊള്ളത്തുമില്ല. തന്നെയല്ല ഒരുമിച്ച് തിളപ്പിച്ചെടുത്താൽ നമുക്ക് ഒരുപാട് സമയമെടുക്കും ഇത് തണുത്ത് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഫ്ലഷൊക്കെ എടുക്കാൻ. അപ്പം നമ്മൾ ഇത് ആദ്യം ചെയ്യുന്നത് ആദ്യം കുറേ തിളപ്പിച്ചെടുത്ത് പിന്നെ 2ാമത് കുറേ തിളപ്പിച്ചെടുത്ത്. അപ്പോൾ ആദ്യം തിളപ്പിച്ചെടുത്തത് നന്നായിട്ടൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് 2ാമത്തെ എല്ലാം തിളച്ച് വരികയും ചെയ്യും. അങ്ങനെയാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അങ്ങനെ 2 തവണയായിട്ട് ഇത് നമ്മൾ തിളപ്പിച്ച് ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തിളയ്ക്കുമ്പോൾ തന്നെ ഈ കല്ലുമ്മക്കായ പൊട്ടിക്കിട്ടും. അപ്പോൾ നമുക്ക് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വെക്കാം. തണുക്കാൻ വെച്ച ശേഷം നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ മാംസമൊക്കെ അടർത്തിയെടുക്കാവുന്നതാണ്. പൊട്ടിക്കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് ഇതിനകത്തിരിക്കുന്ന മാംസം എടുക്കാൻ. അപ്പോൾ നമ്മൾ ഇത് ഒരു കൈ കൊണ്ട് തന്നെ 2ആയിട്ട് പുളത്തോ ഒരു കത്തി കൊണ്ട് 2ആയിട്ട് പുളത്തോ ചെയ്തിട്ട് അതിനകത്ത് ഇരുന്നിരിക്കുന്ന ആ മാംസം നമുക്ക് കൈ കൊണ്ട് വലിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്തി കൊണ്ട് ചെറിയൊരു കുത്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇത് ഇളകി കിട്ടും. അങ്ങനെ കല്ലുമ്മക്കായുടെ അകത്തിരിക്കുന്ന എല്ലാം നമുക്ക് എടുക്കാം. അപ്പോൾ ചില കല്ലുമ്മക്കായ പൊട്ടാതെ കിടക്കും. അത് നമ്മൾ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അതും നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ജോലി കഴിഞ്ഞെന്ന് വിചാരിക്കേണ്ട. ഇതിനകത്ത് ഇനിയും കുറേ ജോലിയുണ്ട്. ഇത് കാരണം ഇത് വൃത്തിയാക്കി എടുക്കുന്നത് നല്ല പണിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ 2 കിലോ വാങ്ങിച്ചാലും 4 കിലോ വാങ്ങിച്ചാലും വളരെ കുറച്ച് മാത്രമേ ഇതിനകത്തുനിന്ന് മാംസം കിട്ടൂ. ബാക്കിയെല്ലാം തോടാണ്. ചെറിയ രീതിയിൽ മാത്രമേ ഇതിനകത്തുനിന്ന് നമുക്ക് മാംസം കിട്ടുകയുള്ളൂ. നമുക്കിവിടെ കിട്ടിയത് വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ അതിനകത്തെ മാംസത്തിനും കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു. സാധാരണ കിട്ടാറ് ചെറിയ കല്ലുമ്മക്കായാണ്. അതിനകത്ത് ചെറിയ മാംസമായിരിക്കും ഉള്ളത്. അത് നമുക്ക് വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. ഇത് പിന്നെ കുറച്ചുകൂടെയൊക്കെ വലിപ്പം ഉണ്ടായിരുന്നു ഇതിന്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം എടുക്കാൻ പറ്റി. അതുപോലെ തന്നെ കല്ലുമ്മക്കായ നേരെയാക്കി എടുക്കുമ്പോഴത്തേന് നല്ല പണിയാണ്. കുറേ സമയമെടുക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതുകൊണ്ട് 2.5 കിലോ കല്ലുമ്മക്കായ നേരെയാക്കിയതാണ് ഈ കാണുന്ന മാംസം, അതിൻ്റെ ആ മാംസം. ഇനി ഇതിനകത്തൊരു പണിയുണ്ട്. അതിനകത്ത് ദാണ്ട പായൽ കട്ട പിടിച്ചിരിപ്പുണ്ട്. അത് അഴുക്കും മണലും ഒക്കെ ഉണ്ട് അതിനകത്ത്.
അപ്പോൾ അത് നമ്മൾ കത്രിക കൊണ്ട് നന്നായിട്ട് ഞറുക്കി കളയണം. അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ കത്രിക കയറ്റി നന്നായിട്ട് അത് വലിച്ച് പിടിച്ച് ഞറുക്കി കളയണം. എങ്കിൽ മാത്രമേ ആ മണ്ണും പായലും ഒക്കെ നമുക്ക് എടുത്ത് കളയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കളഞ്ഞെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഇനിയും വൃത്തിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴേക്കും ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് വൃത്തിയായി കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇത് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതുണ്ടാക്കുമ്പോൾ നല്ല മണ്ണൊന്നും കടിക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ കല്ലുമ്മക്കായുടെ ഒരു റെസിപ്പിയുണ്ട്, മാവൊക്കെ വെച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും ചെയ്യുമ്പോഴും നമ്മൾ ഈ കല്ലുമ്മക്കായ ഇതേ രീതിയിൽ വൃത്തിയാക്കി എടുത്തിട്ട് ഇത് തോട് പൊളത്തി ഈ മാംസവും പൊളത്തി അതിനകത്തുനിന്ന് ആ പായലെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ പിന്നെ അത് നമുക്ക് ഉണ്ടാക്കാൻ പാടായിരിക്കും. ഇനി നമ്മൾ ഇതിന് ചേർക്കുന്ന കുറച്ച് ചെറുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരഞ്ഞു പോവണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതൊരു ചട്ടിയിലാണ് വെക്കുന്നത്. കഴുകി തുടച്ചെടുത്ത ഒരു ചട്ടിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കാരണം വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ്. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളിയുടെയൊക്കെ ആ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒരുവിധം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അങ്ങനെ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത ശേഷം അത് നന്നായിട്ട് ഒരുവിധം ആയിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നീളത്തിൽ അരിഞ്ഞ സവാളയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നീളത്തിൽ അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ഒരു ഭംഗി ഉണ്ടാവുന്നത്. പിന്നെ 2-3 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ഒപ്പം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതും ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് വലിയൊരു ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതും ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുവിധം വെള്ളമെല്ലാം വറ്റി വരണം നമ്മൾ ഇത് വഴറ്റുമ്പോൾ. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. പച്ചമുളക് ആവശ്യത്തിന് ചേർത്തിട്ടുള്ളത് കൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ മതിയാവും. പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനിതിൽ ചേർക്കുന്നതേയില്ല. അങ്ങനെ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് നല്ലതായിട്ട് വെള്ളം വറ്റുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ചേർക്കുന്ന ഗരം മസാല പൊടിയാണ്. അതൊരു 3/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നല്ലൊരു മണമൊക്കെ ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴത്തേന് നല്ലൊരു മണമൊക്കെ വരും. പിന്നെ ഒരല്പം വെള്ളം ഇതൊന്ന് ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അല്പം വെള്ളം മാത്രമേ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം കല്ലുമ്മക്കായ ചേർത്ത് കഴിയുമ്പം പിന്നെ അതിൽ നിന്നും വെള്ളം ഊറി വരും. അത് വലിയ ചാറോട് കൂടിയല്ല നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരല്പം വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ റോസ്റ്റ് നമുക്ക് കപ്പയുടെ കൂടോ അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മാവ് കൊണ്ടുള്ള ഏത് പലഹാരത്തിൻ്റെ കൂടെയും നമുക്ക് ഈ കല്ലുമ്മക്കായ റോസ്റ്റ് കഴിക്കാവുന്നതാണ്. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഉച്ചയൂണിന് കപ്പയ്ക്കും ചോറിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത്. പിന്നെ ബാക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ചൂടാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ കല്ലുമ്മക്കായൊക്കെ ഒരുവിധം ആയി വന്നിട്ടുണ്ട്. ഇനി അല്പം വെള്ളവും കൂടെ വറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒരിച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഇത്തിരി കുറവുണ്ട്. അപ്പോൾ ഞാനൊരല്പം ഉപ്പും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം,
ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത് എന്താ വെച്ചാൽ ചിലപ്പം വെള്ളം കുറവായതുകൊണ്ട് ഇത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇടുകയില്ല. കാരണം ഇതിൽ വെള്ളം കുറവായതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഗരം മസാലപ്പൊടിയും ഒരല്പം വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം. അപ്പോൾ കല്ലുമ്മക്കായ വൃത്തിയാക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇനി കിട്ടിയാൽ വാങ്ങാതിരിക്കേണ്ട. വാങ്ങി ഇതുപോലെ നമുക്ക് വൃത്തിയാക്കി ഇതുപോലെ ഏതെങ്കിലുമൊക്കെ റെസിപ്പികൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഈ കല്ലുമ്മക്കായ നമുക്ക് ഉച്ചയൂണിൻ്റെ കൂടെ എടുക്കാം. അപ്പോൾ ഉച്ചയൂണിന് മത്തി വറുത്തതും കല്ലുമ്മക്കായ റോസ്റ്റും കപ്പയും പിന്നെ മീൻകറിയും ഒക്കെ ആയിരുന്നു. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.